തിരുമ്പുളിയം പഞ്ചായത്തിലെ വലിയകുന്ന് ലക്ഷംവീട് കരിമ്പനക്കുന്ന് കോളനി റോഡ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ചെലവഴിച്ച് വളരെ ഭംഗിയായി കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയിരിക്കുകയാണ്. ഈ പ്രദേശത്തെ ആളുകളുടെയും ഇവിടെ താമസക്കാരായ ആളുകളുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഈ പഞ്ചായത്ത് ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് മാനസമാസിയുടെയും ഇവിടുത്തെ പൊതു രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളുടെയും ഒക്കെ നിർബന്ധപ്രകാരവും ആവശ്യപ്രകാരവുമാണ് ഇങ്ങനെ റോഡിന് നമ്മൾ പണം നൽകാൻ തീരുമാനിക്കുകയും നിർദ്ദേശം നൽകുകയും അത് ഫണ്ട് അനുവദിച്ച് പൂർത്തീകരിക്കുകയും ചെയ്തു. ഇവിടെ മാഷിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അംഗങ്ങളുണ്ട്, ഗ്രാമപ്രദേശങ്ങളിലുള്ള പ്രാദേശികമായ റോഡുകളും അതേപോലെ തന്നെ വഴികളുമൊക്കെ ഗതാഗത യോഗ്യമാക്കി ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നതാണ് MLAമാരുടെ ആസ്തി വികസന ഫണ്ടിൽ പ്രാദേശിക ഫണ്ടിൽ ഉദ്ദേശിക്കുന്നത്. അത് ഭംഗിയായി ഇവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ നിർവഹിക്കാൻ ഇതിന് സഹായിച്ച അതിന് കൂടെ നിന്ന് പണിയെടുത്ത ആളുകളോടും അതിന് നേതൃത്വം നൽകിയ ആളുകളോടും ഒക്കെയുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. വീട് കോളനി കരിമ്പനക്കുന്ന് റോഡ് ഇവിടെ ഗതാഗത യോഗ്യമാക്കി തുറന്നു കൊടുത്തിരിക്കുകയാണ്. വളരെ കുണ്ടും കുഴിയും ഒക്കെ അടഞ്ഞു കിടക്കുന്ന വളരെ ദുർഘടമായ ഒരു റോഡിന് നല്ല ഒരു വിശാലമായ ഒരു റോഡാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് MLAയുടെ ആസ്തി ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിക്കുകയും വളരെ ഭംഗിയായി അത് ഉണ്ടാക്കുകയും ചെയ്ത MLAയെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. വലിയകുന്ന് ലക്ഷംവീട് കോളനി കരിമ്പനക്കുന്ന് റോഡിൻ്റെ ശോചനീയാവസ്ഥ വളരെ കാലമായി ഇവിടുത്തെ പ്രദേശത്തുകാർ പ്രത്യേകം പറഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ ബുദ്ധിമുട്ട്, കഷ്ടപ്പാടുകൾ, മഴ പെയ്യുമ്പോൾ കുന്നിൽ നിന്ന് കുത്തിയൊലിച്ച് ഇവിടെ വെള്ളം കീറി ഒരു ഓട്ടോറിക്ഷ പോലും ഇങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു വർഷക്കാലം. അപ്പോൾ അതിന് എന്നും ഒരു ശാശ്വത പരിഹാരം കാണണം എന്ന് വാർഡ് മെമ്പറായിരിക്കുന്ന എന്നോട് എപ്പോഴും പറയാറുണ്ട്. ഇതൊരു വലിയ സംഖ്യയുടെ അതായതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചാൽ ഒന്നും എവിടെയും എത്തുകയില്ല. വീതിയും അതുപോലെ തന്നെ ഇതിൻ്റെ നീളവും അധികമായതുകൊണ്ട് പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നോ ഒന്നും തന്നെ കിട്ടുന്ന സംഖ്യ മതിയാകത്തില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട MLAയെ സമീപിക്കുകയും MLA അത് കേട്ട പാടന്നെ ഉടനെ അത് നമുക്ക് നമ്മളുടെ എൻ്റെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി അത് ഗതാഗത യോഗ്യമാക്കി തരാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നല്ല 10 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ആസ്തി വികസനത്തിൽ നിന്ന് 10 ലക്ഷം ചെലവഴിച്ച് വളരെ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കി ജനങ്ങൾക്ക് ബഹുമാനപ്പെട്ട MLA തുറന്നിരിക്കുകയാണ്. അതിന് അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയും അതിന് സഹകരിച്ച മറ്റ് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ത്രിതല പഞ്ചായത്തുകളുടെയും നാട്ടുകാരുടെയും സഹകരണത്തിന് നന്ദിയും കടപ്പാടുകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തി.